ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ബ്രിഞ്ചൽ അഥവാ വഴുതനങ്ങ നിറച്ചതാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഇടത്തരത്തിലുള്ള വഴുതനങ്ങ, ഉള്ളി, കപ്പലണ്ടി, കടലമാവ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ, ജീരകം, കറിവേപ്പില, മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇതുപോലുള്ള ചെറിയ വഴുതനങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ തണ്ട് കുറച്ച് മുറിച്ച് കളയാം. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള മുള്ളുപോലത്തെ ഭാഗങ്ങളും ചെറുതായിട്ടൊന്ന് മുറിച്ചു മാറ്റാം. എന്നിട്ട് ഇതുപോലെ നടുക്കൊന്ന് മുറിക്കുക. ഈ സമയത്ത് അതിലെന്തെങ്കിലും കേടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇതുപോലെ നാലായി മുറിച്ച് എല്ലാ വഴുതനങ്ങയും തയ്യാറാക്കി വയ്ക്കാം. ഇതുപോലെ എല്ലാ വഴുതനങ്ങയും തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിറയ്ക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കണം. ഉള്ളി പൊടിപൊടിയായി അരിഞ്ഞത്, കടലമാവ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തത്, കപ്പലണ്ടി എണ്ണയില്ലാതെ വറുത്തെടുത്തത്. കപ്പലണ്ടി മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മസാല മുറിച്ചു വച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് കുറച്ച് കുറച്ചായി നിറച്ചു കൊടുക്കാം. ഇതുപോലെ മുറിച്ചു വച്ചിരിക്കുന്ന എല്ലാ വഴുതനങ്ങയിലേക്കും നമ്മുടെ മസാല നന്നായി നിറച്ചു കൊടുക്കാം. ഒരു കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടിയതിനു ശേഷം ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിറച്ചു വച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മിക്സ് ചെയ്ത മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പോരാത്ത ഉപ്പ് ഈ സമയത്ത് നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വയ്ക്കുക. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലുമാണ് വരുത്തേണ്ടത്. ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി കുക്കർ ഓഫ് ചെയ്തിടാം. ആവി പോയതിനു ശേഷം കുക്കർ തുറന്ന് തയ്യാറായിരിക്കുന്ന വഴുതനങ്ങ നിറച്ചത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിനു മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് വിതറിക്കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.